ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നിങ്ങളുടെ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ഒരു ചോദ്യം, അതായത് ജേർണൽ എൻട്രീസ് എഴുതാനുള്ള ഒരു ചോദ്യം, അതായത് നമ്മുടെ അഡ്മിഷനിൽ ഒരു ഭാഗം തന്നിട്ട് ജേർണൽ എൻട്രി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. നമ്മൾ മുന്നേ പ്രധാനപ്പെട്ട 5 സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എപ്പോഴും വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് വെക്കുക. പുതിയ പുതിയ വീഡിയോസ് വരുന്നതനുസരിച്ച് ലിങ്ക് ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ദെൻ ബാക്കിയുള്ള വീഡിയോസും കൃത്യമായിട്ട് മിസ്സാകാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും നോട്ടിഫിക്കേഷൻസ് വരണമെന്നില്ലാത്ത ഒരു ദിവസം 3-ലധികം വീഡിയോസ് വരുന്നതുകൊണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് നിങ്ങൾ കയറി നോക്കാം. സോ ജേർണൽ പ്രോബ്ലം വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏകദേശം ഇതേപോലെ ഒരു ചോദ്യമായിരിക്കും ഉണ്ടാകാം. 2 പാർട്ട്നേഴ്സ് പുതിയ ആളെ അഡ്മിറ്റ് ചെയ്യുന്നു. അയാൾ ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, ഇത്ര ഗുഡ് വിൽ കൊണ്ടുവരുന്നു. ജേർണൽ എൻട്രീസ് എഴുതാനായിരിക്കും പറയാം. അത് മിക്കവരും ടഫ് ആണല്ലോ എന്ന് കരുതിയിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യത്, കാരണം ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും ചോദ്യ പേപ്പറിൽ ഉണ്ടാകും. അപ്പൊ നമ്മളത് പഠിച്ചിട്ട് പോയി നമുക്ക് അതിന്റെ ആ 4 മാർക്ക് അല്ല 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നോക്കാം. സോ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇച്ചു ആൻഡ് നച്ചു പാർട്ട്നേഴ്സ് 3:2 ചിന്നുവിനെ അഡ്മിറ്റ് ചെയ്യുന്നു. 1/5 ഷെയറിന് ചിന്നു 20,000 കൊണ്ടുവരുന്നു. ക്യാപിറ്റൽ 40,000 ഗുഡ് വിൽ കൊണ്ടുവരുന്നു. ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇതിൽ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് നമ്മൾ ഇതിൽ ഇവരുടെ ഫസ്റ്റ് നമ്മൾ ഇതിൽ ജേർണൽ എൻട്രി ആയതുകൊണ്ട് തന്നെ, അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്, സാക്രിഫൈസിങ് റേഷ്യോയുടെ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ ന്യൂ റേഷ്യോയും അതുപോലെ തന്നെ പുതിയ പാർട്ട്ണറുടെ ഷെയറും മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ന്യൂ റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. സോ നമുക്ക് എന്ത് ചെയ്താം? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു, സാക്രിഫൈസിങ് റേഷ്യോ ഈ സെയിം ആസ് ഓൾഡ് റേഷ്യോ, അതായത് 3:2 എന്ന് തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാകുക. അത് ആദ്യം നമ്മൾ എഴുതി വെക്കാം. then ഇനി ഫസ്റ്റ് ജേർണൽ എൻട്രി കൊടുക്കാം. ഇതിന്റെ ഫസ്റ്റത്തെ ജേർണൽ എൻട്രി നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഇവർ രണ്ടുപേരും, അതായത് ചിന്നു 20,000 ക്യാപിറ്റൽ കൊണ്ടുവന്നതിന്റെ ജേർണൽ എൻട്രി ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. സോ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേർണൽ എൻട്രി എന്താണ്? ക്യാപിറ്റൽ വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ to ചിന്നൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ചിന്നൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ജേർണൽ എൻട്രി കൊടുക്കാൻ. എത്ര രൂപയാണ് കൊണ്ടുവന്നത്? 20,000 rupees ആണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്. സോ 20,000. ഓക്കെ, ഇതിന്റെ ഫോമാറ്റ് അറിയാലോ. ഡേറ്റും നമുക്ക് എഴുതാനുണ്ടാവില്ല. ദെൻ LF ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. സോ ഫസ്റ്റത്തെ നമ്മൾ ഇത് നറേഷനൊക്കെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും എഴുതി വെച്ചേക്കാം കേട്ടോ. ക്യാപിറ്റൽ ബ്രോട്ട് ബൈ ന്യൂ പാർട്ട്ണർന്നോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ എൻട്രി നമ്മൾ എഴുതേണ്ടത്, ഈ 4,000 അയാൾ ഗുഡ് വിൽ കൊണ്ടുവന്നതാണ്. ബിസിനസ്സിലേക്ക് ഗുഡ് വിൽ വരുമ്പോൾ നമ്മൾ ഗുഡ് വില്ലിന്റെ ജേർണൽ എൻട്രി എഴുതണം. ഗുഡ് വിൽ വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് എന്നാണ് അതിന്റെ എൻട്രി വരാം. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് 4,000, ആ എൻട്രി നമ്മൾ കൊടുത്തു. അടുത്ത എൻട്രി, ഇത് പഠിക്കാത്ത, ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാത്ത ആൾക്ക് അടുത്ത എൻട്രി എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. കാരണം അടുത്ത എൻട്രിയെ പറ്റിയിട്ട് ചോദ്യത്തിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അയാൾ ഗുഡ് വിൽ കൊണ്ടുവരുന്ന എൻട്രി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കേണ്ട എൻട്രി ഈ 4,000 രൂപ, ഈ 4,000 എന്ന് പറയുന്ന ഈ ഗുഡ് വില്, ഈ 4,000 rupees ഗുഡ് വില് ഇച്ചു, അതായത് ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇച്ചു ആൻഡ് നച്ചു, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചെടുക്കുന്ന എൻട്രിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ വീതിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചുവിനും നച്ചുവിനും കിട്ടുന്നു. സോ ഇച്ചുവിനും നച്ചുവിനും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടു ഇച്ചൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ടു ഇച്ചൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു നച്ചൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവർക്ക് രണ്ടാൾക്കും കിട്ടുകയാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഇവരെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി എത്ര കിട്ടും? ഈ 4,000 3:2 റേഷ്യോയിൽ, അതായത് 4,000 ഇൻറ്റു 3/5 ആണ് ആർക്ക് കിട്ടുന്നത്? ഇച്ചുവിന് കിട്ടുന്നത്. നച്ചുവിന് കിട്ടുന്നത് 4,000 ഇൻറ്റു 2/5 ആണ്. സോ അങ്ങനെ വരുമ്പോൾ എത്ര രൂപ വരും? 2,400 അതേപോലെ തന്നെ 1,600 ആണ് ഇവർക്ക് കിട്ടുക. സോ 2,400 ഇച്ചുവിന്, 1,600 നച്ചുവിന്. ഇനി ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ്? ഗുഡ് വില്ലിനെ. ഓക്കെ, സോ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ
to issues capital, to goodwill account at 4,000, to issues capital 2,400, to net issues capital 1,600. ഇങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രി എഴുതേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അവര് ബിസിനസ്സിൽ ഗുഡ്വിൽ റീറ്റെയിൻ ചെയ്യാന്നാ പറയുന്നത്. റീറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അവര് അത് വിഡ്രോ ചെയ്യുന്നില്ല. വിഡ്രോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമാണ് അടുത്ത എൻട്രി നമുക്ക് ആവശ്യമുള്ളൂ. സോ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ഈ 3 എൻട്രി എഴുതി കഴിഞ്ഞാൽ ഇതൊരു 4-5 മാർക്കിന് വരുന്ന ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ മനസ്സിലായോ, വീഡിയോ ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അക്കൗണ്ടൻസി ഇനി ഏത് ടൈപ്പുള്ള വീഡിയോസൊക്കെ വേണ്ടിയെന്ന് താഴെ കമന്റ് ചെയ്താൽ അതനുസരിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ വീഡിയോസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.